20 ദിവസത്തെ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. 20 ദിവസത്തെ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കാനോ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ ഉള്ള കഴിവ് ഇറാനില്ല എന്ന് നെതന്യാഹു വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആളുകൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് ആരാണെന്ന് ഉറപ്പില്ലെന്നും പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനൈ ഇനിയും മുഖം കാണിച്ചിട്ടില്ലെന്നും ഭരണത്തലപ്പത്തെ വ്യക്തികൾക്കിടയിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നതായും നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ വിജയിക്കുകയാണ്, ഇറാൻ നശിപ്പിക്കപ്പെടുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ശേഖരം വലിയ തോതിൽ തരംതാഴ്ത്തപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളിപ്പോൾ നശിപ്പിക്കുന്നത് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളെയാണെന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു. അതേസമയം നെതന്യാഹുവിന്റെ വാദത്തിന് അദ്ദേഹം തെളിവുകളൊന്നും നൽകിയിട്ടില്ല. ഏകദേശം 3 ആഴ്ചത്തെ യുദ്ധമുണ്ടായിട്ടും ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ താഴെയിടുവാൻ ശ്രമിക്കുമോ എന്ന് പറയുവാൻ സമയമായിട്ടില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. യുദ്ധം ഇതുവരെ വ്യോമാക്രമണങ്ങളിലൂടെയാണ് നടന്നിട്ടുള്ളതെങ്കിലും കരസേനയുടെ ഇടപെടൽ കൂടി ആവശ്യമാണെന്നും നെതന്യാഹു പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചെന്ന ആരോപണവും നെതന്യാഹു നിഷേധിച്ചു. പ്രസിഡന്റ് ട്രംപിനോട് എന്തു ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇറാനിയൻ ഗ്യാസ് ഫീൽഡിൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെന്നും ഭാവിയിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായും അതിനാൽ അത്തരം ആക്രമണങ്ങൾ തങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി.